ഹലോ, ഇന്നൊരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ഉണ്ടല്ലോ. ആദ്യമായി മാമ്പഴം എടുത്ത്, നല്ല മധുരമുള്ള മാമ്പഴം എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്കിട്ട് 2 പച്ചമുളക്, കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് തിള വരാൻ വേണ്ടി വെക്കണേ. നന്നായി തിളയ്ക്കണം. നല്ല പഴുത്ത മാങ്ങ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മധുരം എത്രയും ഉണ്ടോ അത്രയും ടേസ്റ്റ് കൂടും മാമ്പഴ പുളിശ്ശേരി. അങ്ങനെ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും അതിലേക്കൊരു ശർക്കര ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ പീസ് ശർക്കര പാനി കാച്ചിയോ പൊടിയോ ചേർക്കാം. എൻ്റെ കയ്യിൽ പീസായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്തത്. അത് ഉരുകി വരുമ്പോഴത്തേക്കിനും അരപ്പ് തയ്യാറാക്കാം. ആവശ്യത്തിന് തേങ്ങ, അതിലേക്ക് തൈര് ഒരു നല്ല രീതി വേണം. തൈരാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ ജീരകം, ലേശം കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അത് ഈ തിളച്ച് വന്ന മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചൂടായിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി. അതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കണം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.